ഹാപ്പിയാണ്. കളക്ടറാണ് നല്ല തുടക്കം അല്ലേ? എല്ലാരും സപ്പോർട്ട് വേണം. എല്ലാരും ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന പോലെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് അല്ലയോ പിന്നെ ശരി, താങ്ക് യു. കിച്ചു, സുധിയുടെ മകൻ. അപ്പോൾ കിച്ചു ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് സ്വന്തമായിട്ട് തന്നെ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ഒരു ക്ലോത്തിങ് സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെ കിച്ചു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ക്ലോത്തിങ് വെബ്സൈറ്റ് ലോഞ്ച് ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് കിച്ചുവിൻ്റെ. അപ്പോൾ ആ ഒരു സംഭവമൊക്കെ തന്നെ ഇപ്പോൾ വീഡിയോയിൽ നമ്മൾ കണ്ട ഒരു കാഴ്ച തന്നെയാണ്. പക്ഷേ സംഭവമൊന്നുമല്ല. കാരണം എന്ന് പറയുന്നത് ഈ കുരുപൊട്ടി ഒലിക്കുന്നവർ എന്നുള്ള ആ ഒരു തരം പ്രയോഗം ഉണ്ടല്ലോ, അതൊക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ പല കാര്യങ്ങളിൽ ശരിയാണ് എന്നുള്ളത് ഈ ഒരു സംഭവം കാണുമ്പോഴത്തേക്കും മനസ്സിലാവും. അതായത് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ വന്ന ഒരു കമൻറ്റ് എൻ്റെ ശ്രദ്ധയിൽ അങ്ങ് പെട്ടു. കാരണം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക്, കാരണം ഒരു നല്ല ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ അതിൽ ഈ പറയുന്ന രീതിയിൽ കുരു പൊട്ടിയ ചിലരുണ്ട് എന്നുള്ളതും ആ കമൻറ്റ് കാണുമ്പോഴത്തേക്കും വ്യക്തമാണ്. ഈ ഒരു കമൻറ്റാണ് അതിലിട്ടിരിക്കുന്നത്. വായിക്കാൻ പോലും കൊള്ളാത്ത തരത്തിലുള്ള ഒരു കമൻറ്റാണ് അതിനകത്ത് എഴുതി ചേർത്തിരിക്കുന്നതാണ് പറയുന്നത്. അതായത് ഫേസോ കാര്യങ്ങളൊന്നുമില്ല, ഏതോ ഒരു അക്കൗണ്ടിൽ നിന്ന് വന്ന് കമൻറ്റ് ഇട്ടേക്കുക. എന്തായാലും കിച്ചുവിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി അല്ല എന്നുള്ളത് ആ കമൻറ്റിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്ത് കഷ്ടമാണ് നോക്കിയേ. എന്ത് കാര്യം ഒരാൾ ചെയ്താലും അതിൽ ഇപ്പോൾ ഒരു നല്ലൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഇതായാലും അതിൽ പോലും എന്താ പറയുക, അങ്ങേയറ്റം മ്ലേച്ഛകരമായിട്ട് കണ്ടുകൊണ്ട് സംസാരിക്കുന്ന വ്യക്തി. അതായത് ഇവൻ എന്താ പറയുക, നന്നാവുന്നത് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഇവൻ എപ്പോഴും എന്താ പറയുക അങ്ങ് ഇതായിട്ട് നടക്കണം, അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ കിടക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഈ കമൻറ്റൊക്കെ തന്നെ എന്നുള്ളത് വ്യക്തമാണ്. കാരണം കിച്ചുവിനെ സംബന്ധിച്ച് കിച്ചുവിനൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു, അതിൽ കുറേയധികം കാര്യങ്ങളൊക്കെ സംഭവിച്ചു പോയി. പക്ഷെ അതിൽ നിന്നും തിരുത്തി അവനിപ്പോൾ അവൻ്റെ സ്വന്തം കാര്യം നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പല പരിപാടികളും, അതും നല്ല രീതിയിൽ നല്ല വഴിയിൽ നേർവഴിയിൽ കൂടെ തന്നെ അവൻ പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനായിട്ടുള്ള ആ ഒരു രീതിയിലോട്ട് അവൻ സ്വന്തമായിട്ട് അധ്വാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. അതും കണ്ണിൽ പിടിക്കാത്ത തരത്തിൽ ഈ പറയുന്ന രീതിയിൽ അവൻ വളഞ്ഞ വഴിയിലൂടെയോ അല്ലെങ്കിൽ വേറെ രീതിയിലോട്ടോ മറ്റതോ മറിച്ചതോ ഒന്നും തന്നെ അവൻ ചെയ്യാനായിട്ട് പോകുന്നില്ലല്ലോ. അവൻ ഒരു സംരംഭം തുടങ്ങി അതിലൂടെ രക്ഷപ്പെടാനായിട്ടുള്ള ഒരു വകുപ്പല്ലേ അവൻ നോക്കുന്നതെന്ന് പറയുന്നത്. അതുപോലും കണ്ണിൽ പിടിക്കാത്ത കുരുപൊട്ടിയന്മാരുണ്ട് എന്ന് ആലോചിക്കുമ്പോഴത്തേക്കും എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ. ഹേറ്റേഴ്സ് പലതരത്തിലുണ്ടാവും, അത് നമുക്ക് കിച്ചുവിന്റെ കാര്യത്തിലൊക്കെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ, എന്തുകൊണ്ടാണ്, എങ്ങനെയാണ്, ഏതാണ് എന്നൊക്കെ. എന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഒരാളൊരു കാര്യം തുടങ്ങാൻ പോകുമ്പോൾ പോലും അതിന് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ അതിന് ബോധിക്കാത്ത തരത്തിൽ ഇമാതിരിയൊക്കെ കമന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സ് എത്രത്തോളം ദുഷിച്ചതായിരിക്കണം എന്നുള്ളതാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നതെന്ന് പറയുന്നത്. പരമകഷ്ടം തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റുന്നില്ല. എന്തായാലും ഒരു കാര്യം കിച്ചുവിനെ സംബന്ധിച്ചിടത്തോളം, കിച്ചു ഇപ്പോൾ പുതിയ ഒരു തരത്തിലോട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതായത് അവൻ്റെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് സമ്പാദിക്കുന്ന തരത്തിലോട്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ക്ലോത്തിങ് വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അവൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അത് ഈ പറയുന്ന രീതിയിൽ അതുപോലും പിടിക്കാത്ത ഒരുപാട് പേർ കുരുപൊട്ടിച്ചുകൊണ്ട് ഇപ്പോഴും കിച്ചുവിന്റെ പിറകെ നടക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും പരമ കഷ്ടം മാത്രമാണ് പറയാനുള്ളതെന്നുള്ളത്. അവൻ്റെ വഴിക്ക് പോട്ടെ, അവനെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ അവൻ്റെ വീഡിയോസ് കാണണ്ട, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ അവനെ ബ്ലോക്ക് ചെയ്തോ, അവൻ്റെ വീഡിയോസ് ബ്ലോക്ക് ചെയ്തോ, പ്രശ്നം തീർന്നില്ലേ? എന്തിനാണ് ഇങ്ങനെ ഈ കുത്തിത്തിരിപ്പം കമന്റുമായിട്ട് വീണ്ടും 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 അവൻ്റെ വീഡിയോയ്ക്ക് താഴെ പോയി ഇതുപോലെ കമന്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നത്? കഷ്ടമാണ്, പറയാതിരിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ കിച്ചുവിന്റെ കാര്യത്തിൽ കിച്ചുവിന്റെ കാര്യങ്ങൾ അറിയാൻ ഇഷ്ടമല്ല, അല്ലെങ്കിൽ കിച്ചു എന്ന് പറയുന്ന ആ വ്യക്തിയെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അവന്റെ കാര്യം തിരക്കാനായിട്ട് പോണ്ട, അവന്റെ കാര്യം നോക്കാൻ പോണ്ട. സോഷ്യൽ മീഡിയയിൽ അവനെ ഏതെങ്കിലും ഇതിനെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതിപ്പോൾ കിച്ചുവിന്റെ കാര്യമായാലും രേണുവിന്റെ കാര്യമായാലും ഒക്കെ തന്നെ ഒരേപോലെ തന്നെയാണ്. ഇപ്പൊ രേണുവിന് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ, രേണുവിന്റെ വീഡിയോസ് കാണാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ രേണുവിനെ ബ്ലോക്ക് ചെയ്യാം. പക്ഷെ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ കടന്നിട്ട് ഇപ്പോൾ രേണുവിന്റെ വീഡിയോസിന്റെ തന്നെ ആയാലും രേണുവിന്റെ വീഡിയോയ്ക്ക് താഴെ ചെന്നിട്ട് കുറേയധികം പേര് കമന്റ് ചെയ്യുന്നത് നമുക്കറിയാം. അതോടൊപ്പം തന്നെ കിച്ചുവിന്റെ വീഡിയോസിന് താഴെ വന്നും കുറേയധികം പേര് ഇതുപോലെ കുരുപൊട്ടിക്കുന്നത് കാണാം. എന്തിനാണ് സത്യം പറഞ്ഞാൽ ഇതിന്റെ ആവശ്യമൊന്നും മനസ്സിലാവുന്നില്ല. കാരണം രണ്ട് വശത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുരുപൊട്ടിക്കുന്ന കുറേ പേര് ഇവരുടെ രണ്ടുപേരുടെയും വീഡിയോസിന്റെ കമന്റ് ബോക്സിൽ ചെന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമാതിരി അത്രയ്ക്കും തരം താഴ്ന്ന രീതിയിൽ കമന്റ് ചെയ്യുന്ന പല പരിപാടികളും ഇപ്പോഴും നടക്കുന്നുണ്ട് എന്ന് ആലോചിക്കുമ്പോഴത്തേക്കും കഷ്ടം തന്നെയാണ്. അതായത് ഈ കമന്റ് ചെയ്യുന്നത് തന്നെ ഒരു തൊഴിലാക്കി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് പേരുണ്ടെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത്. കിച്ചുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അത് വളരെ നല്ല രീതിയിൽ അവനെ കൊണ്ടത് വിജയത്തിലെത്തിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതിന്റെ ഇടയിൽ പലതരത്തിലുള്ള ഇതുപോലെ കുരുപൊട്ടിയവരും ഹേറ്റേഴ്സും ഒക്കെ തന്നെ ഉണ്ടാവും. അതിനെയൊക്കെ തന്നെ മൈൻഡ് ചെയ്യാതിരിക്കുന്നതാണ് കിച്ചുവിനെ സംബന്ധിച്ചിടത്തോളം നല്ലതെന്ന് പറയുന്നത്.